ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ദുബായ് ഫ്രെയിംസ് എന്ന സ്ഥലത്താണ്. ഫ്രെയിം പോലൊരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. ബഹുനില മന്ദിരമാണ്. ഇതാണ് ആ സ്ട്രക്ചർ. ദുബായ് സ്ട്രക്ചർ അല്ല, ദുബായ് ഫ്രെയിംസ്. ഓക്കെ അതിലൊരു പുൽത്തകടിയും ഒരു ഗാർഡനും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വളരെയധികം ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ് ഈ ദുബായ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഇന്നത്തെ. ഞങ്ങളെ രണ്ടാമത്തെ ദിവസത്തിലെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് ഇത്. ദുബായ് രാജാവിൻ്റെ പാലസാണ്. പാലസ് സന്ദർശിക്കാനായിട്ടാണ് വന്നതാണ്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. കുറേ അടുത്ത് വരെ നമുക്ക് പാലസിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റും. ഒരു കാറൊക്കെ ഇട്ടിട്ടുണ്ട് പാലസിൻ്റെ മുമ്പിൽ. കുറേ അടുത്തോട്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. ആ കാണുന്നതാണ് പാലസ്. അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്. സാധാരണ പാലസ്, ആളില്ലാത്ത പാലസ് കണക്കല്ല, ഇവിടെ താമസിക്കുന്ന ഒരു പാലസും കൂടാണത്. ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലെ മൂന്നാമത്തെ സ്പോട്ടാണ് ഇത്. ജുമൈര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതിലൊരു സ്ഥലമാണിത്. ഇവിടെ കടലിൽ കുളിക്കാനും കാല് നനയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് 15 മിനിറ്റ് മാത്രമേ ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് ഇത് കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഇന്നാണ് ഞങ്ങൾ ബുർജ് ഖലീഫയെ കാണുന്നത്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് നടപ്പുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇത് പുലിമുട്ടിൻ്റെ ഇടയ്ക്കുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെ തിരയൊന്നുമില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ പറ്റും. അവിടെ ആൾക്കാരെ കുളിക്കുന്നുണ്ട് ശരിക്കും. അങ്ങനെ ഞങ്ങൾ അവസാനം ലോകപ്രശസ്തമായ ദുബായ് ഷോപ്പിംഗ് മാളിലെത്തിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് മാളുകളിലൊന്നാണ്, ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ദുബായ് ഷോപ്പിംഗ് മാൾ. അപ്പോൾ ദുബായ് ഷോപ്പിംഗ് മാൾ കയറി ഞങ്ങൾ ബുർജ് ഖലീഫയിലോട്ട് പോവുകയാണ്. അങ്ങനെ ബുർജ് ഖലീഫ കാണാനുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെ മീറ്റിംഗ് പോയി ഞങ്ങൾ ടിക്കറ്റൊക്കെ തന്നു കഴിഞ്ഞു. പിങ്ക് കളറിലുള്ള ആ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടേക്കുന്ന അവിടെ നിന്നാണ് കയറേണ്ട എൻട്രൻസ്. അവരുടെ ടിക്കറ്റൊക്കെ കയറ്റി 2:30 എന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പോഴേ കയറാമെന്നാണ് പുള്ളി പറയുന്നത്. 3 മണിക്ക് എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങണമെന്നാണ് പറയുന്നത്. അത്രയൊക്കെ അവിടെ കാണാനുള്ളത്. ഒരു വ്യൂ പോയിന്റ് 124ാമത്തെ നിലയിൽ നിന്നുള്ളൊരു വ്യൂ പോയിന്റാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്നാണ് ആൾക്കാർ ടിക്കറ്റ് വാങ്ങിച്ച് കയറേണ്ടത്. ഇതാണ് ക്യൂ. ഈ ക്യൂവിൽ നിൽക്കണം നമ്മൾ. ക്യൂവിൽ നിന്നൊക്കെ അകത്ത് കയറിയാണ്. ഇനി ലിഫ്റ്റിലേക്കുള്ള ക്യൂ ആണ്. ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. ക്യൂ ഇവിടെ ഉണ്ട്. ഇത്രയും പേര് കഴിഞ്ഞു പോകണം, എന്നിട്ടേ കയറാൻ പറ്റും. ശരി, വീണ്ടും ക്യൂ. കറക്കും അതിലൂടെ കയറ്റി വിട്ടേക്ക് ഞങ്ങളാ. ഇതാണ് ലിഫ്റ്റ്. അപ്പോൾ ഇത് ലിഫ്റ്റ് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയതാണ്. അതിനകത്ത് നമ്മൾ കയറ്റിക്കൊണ്ട് 20 പേരെ കയറ്റി.
നിന്ന് ആൾക്കാർ ഇറങ്ങിയാണ്. അതിൽ 20 കയറ്റി വിടും. അങ്ങനെ ഞങ്ങൾ കയറിക്കഴിഞ്ഞു ലിഫ്റ്റിൽ. എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ പറ്റത്തില്ല. കാണാൻ പറ്റും സ്ക്രീനിൽ. നമ്മൾ ആ ലെവലെത്തുന്നത് കാണാൻ പറ്റും. ഇവിടെ അതിൻ്റെ സ്ക്രീനിൽ കാണിക്കൊണ്ടിരിക്കുക. 300 മീറ്റർ കയറി ഇപ്പം തന്നെ. $150 മീറ്റർ കയറി കഴിഞ്ഞു. പടയെന്നാണ് വരുന്നത്. ഞങ്ങൾ 125-ലാണ്. ഞങ്ങൾ 125-ൽ ആണ് ഇറങ്ങിയത്. 124-ലേക്ക് നമുക്ക് നടന്നു വരണം. വളരെ ക്വിക്കായിട്ടാണ് വന്നത്. 1-2 മിനിറ്റ് പോലും എടുക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് വി എം ഗാലറി. തിരക്കായ കാരണം സ്റ്റോപ്പ്. ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കറങ്ങിക്കാണാം. അസാധ്യ വ്യൂ ആണ്. മേളിൽ നിന്നുള്ള വ്യൂ ആണ്. താഴെപ്പേടയിലും കുറച്ച് നടന്നു പോകണമെന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങിയത് 125-ലാണ്. 124-ലും 125-ആണ് നമുക്കുള്ളത്. ഇത് കറങ്ങി വരാം. നമ്മൾ ഗ്രൗണ്ട് ലെവലിലേക്ക് പോകാനായിട്ടുള്ള എലിവേറ്റർ ഉണ്ട്. ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇത് തുണിക്കടയും വിൽപ്പനയൊക്കെ ഉണ്ട് ഇവിടെ. സാധ്യം മേളിൽ നിന്നുള്ള ഏരിയൽ വ്യൂ ആണ്. 125-ാം നിലയിൽ നിന്നുള്ള വ്യൂ. ഗ്ലാസ് ബ്രിഡ്ജാണ്. താഴെ വരെ കാണും ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് തിരിച്ചു വന്ന് നിൽക്കുന്ന ട്രക്കിവാണ്. വ്യൂ തന്നെ എത്ര 800 മീറ്റർ മേളിൽ നിന്നല്ലേ നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള ബിൽഡിങ്ങെ കണ്ടില്ലേ. ഗ്രൗണ്ട് ലെവലിലേക്ക് പോവുകയാണ്. അതായത് 124-ാം തലം. വന്നിറങ്ങിയ 125-ആണ്. നടന്ന് ഞങ്ങൾ 124-ലേക്ക് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കായി. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല. ഇതിലാ വെളിയിലിറങ്ങാം. ഇനിയും ബാക്കി നിലകൾ അടക്കിയ പോകാനായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ദുബായ് മാളിൽ ബുർജ് ഖലീഫ ദർശനം കഴിഞ്ഞ് താഴെ ഇറങ്ങി ദുബായ് മാളിൽ തന്നെയുള്ള ദുബായ് ഫൗണ്ടൻ മാളിലെ ഫൗണ്ടനാണ്. ഇത് ലോകപ്രശസ്തമായ ഫൗണ്ടനാണ്. 10,000-കണക്കിന് ആൾക്കാരാണ് ഈ ഫൗണ്ടൻ ഷോ ആണ്. എല്ലാ ദിവസം വൈകിട്ട് 7 മണിക്ക് ഫൗണ്ടൻ ഷോ ഉണ്ട്. ഒത്തുകൂടുന്ന ഇവിടെ. അപ്പോൾ 4:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങൾ നേരെ ഗ്ലോബൽ വില്ലേജിലോട്ട് പോവുകയാണ്. അത് നാളെയാണ് വെച്ചിരുന്നെങ്കിലും ഇന്ന് തന്നെ അത് തീർക്കാനായിട്ട് വിചാരിക്കുകയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ഇതാണ് ബുർജ് ഖലീഫ. ഇതിൻ്റെ മേളിലാണ് നമ്മൾ കയറിയത്. പിന്നെ 125-ാമത്തെ നില വരെയാണ് കയറിയത്. ഇതാണ് ദുബായ് മാൾ. ഏകദേശം 3.5 കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു
സാധനമാണിത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും നടന്നു വന്നെങ്കിൽ തന്നെ 10-15 കിലോമീറ്റർ വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഷോപ്പിംഗ് മാളിൽ തന്നെയാണ്. ദുബായ് ഷോപ്പിംഗ് മാളിൽ ഉള്ള ഒരു അക്വേറിയം ഉണ്ട്. ആ അക്വേറിയത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അക്വേറിയം കാണാനായിട്ട് വന്നതാണ്. അക്വേറിയം നമ്മളെ പാക്കേജിൽ പെടുന്നതല്ല. പുറത്തുനിന്ന് ഇത്രയും കാഴ്ചകൾ അക്വേറിയത്തിൻ്റെ കാണാം. അകത്തൊരു ടണലൊക്കെ ഉണ്ട്. കടലിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടംപോലെ മത്സ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിനെ കാണണമെന്നുണ്ടെങ്കിൽ 100-150 ദിറം കൊടുത്താലേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. ഇത്രയും മത്സ്യങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ വന്ന് വെളിയിൽ നിന്ന് കാണാം. ഒരു സാമ്പിളായിട്ട് നല്ല സ്രാവുകളൊക്കെ ഉണ്ട്. തിരണ്ടി ഒരു വലിയ ഇഷ്ടംപോലെ മീനുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. ടണലിൽ കൂടെ കയറുന്നതും ഫ്രീ ആണെന്ന് തോന്നുന്ന ആക്ടിവിറ്റി. എന്താണെന്നറിയത്തില്ല. കയറി നോക്കാം. ഫ്രീ ആയിട്ട് വെളിയിൽ നിന്ന് നമുക്ക് ഇത്രയും കാണാം. അകത്തേറി കാണുന്ന കാര്യങ്ങൾ തന്നെ പുറത്തുനിന്നും കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും വരെ മീനിനെ ഇവിടെ കാണാം. മീനുകളുടെ വലിയ കലവറയാണ്. ഇഷ്ടംപോലെ മീനുകൾ. അകത്തുനിന്ന് കാണുന്ന ഇതൊക്കെ തന്നെയാണ്. പൈസ കൊടുത്ത് കയറി കണ്ടാലും ഇവിടെ വെളിയിൽ നിന്ന് കണ്ടാലും മതി. മരുഭൂമിയിൽ വെള്ളച്ചാട്ടം ഉണ്ടോ എന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നാം. സംശയമൊന്നും വേണ്ട. മരുഭൂമിയിലും വെള്ളച്ചാട്ടമുണ്ട്. ഇത് ദുബായിലാണ്. ദുബായ് ഷോപ്പിംഗ് മാൾ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് മനുഷ്യനിർമ്മിതമായ വെള്ളച്ചാട്ടമാണെന്നേ ഉള്ളൂ. മാൻമെയ്ഡ് വാട്ടർഫാൾസ്. ദുബായ് ഷോപ്പിംഗ് മാൾ അടിപൊളി സ്ഥലമാണ്. പക്ഷേ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. എല്ലാത്തിനും നല്ല വിലയാണ്. സാധാരണക്കാരനൊന്നും ടൂറിസ്റ്റേക്കൊന്നും ഇത് വാങ്ങിക്കാനൊന്നും പറ്റില്ല. ഇവിടെ നല്ല ജോലിയുള്ള നല്ല ശമ്പളക്കാർക്കൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റും. ദുബായ് ഷോപ്പിംഗ് മാളിൻ്റെ ഒരു എൻഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ദുബായ് ഷോപ്പിംഗ് മാളിലെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എന്നുള്ള വ്യൂ ആണ്. നേരത്തെ ഞാൻ എടുത്തത് മുകളിൽ നിന്നാണ് എടുത്തത്. ഞാൻ ഒരു റൗണ്ട് താഴെ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ എന്താണ് 2 വെള്ളച്ചാട്ടങ്ങളാണുള്ളത്. ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞു. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. ഇവിടെ ഒന്നുമുണ്ട്. ഇതൊരു ലവ് സിമ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ സ്പോട്ടാണത്. അവിടെ കയറി നമുക്ക് ഫോട്ടോ എടുക്കാം.